വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ. കാരണം പത്തനംതിട്ട ജില്ലയിൽ, നമ്മുടെ ജില്ലയിൽ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഒരു പഞ്ചായത്താണ് പെരുന്നാട് പഞ്ചായത്ത്. അപ്പോ നമ്മുടെ പെരുന്നാട്ടിലെ ആരോഗ്യ ആവശ്യങ്ങൾക്ക് ഘട്ടം ഘട്ടമായി നമുക്ക് സാധ്യമായതൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഒരു സന്തോഷം, അതോടൊപ്പം ഈ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, മലയോര മേഖലയിലെ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സേവനങ്ങൾക്കൊരു പരമാവധി നൽകാൻ കഴിയുന്ന, ഇവിടെ ഇടപെടാൻ കഴിയുന്ന നിലയിൽ ഇടപെടാൻ കഴിയുന്നു എന്നുള്ളൊരു സന്തോഷവും അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം വ്യക്തമാക്കി, പെരുന്നാട് ദീർഘനാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു നമുക്കൊരു കിടത്തി ചികിത്സാ സംവിധാനം വേണം എന്നുള്ളത്. അദ്ദേഹം നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഒക്കെ തന്നെ നമ്മൾ ഒരു IP തുടങ്ങുന്നതിന് വേണ്ടി മീറ്റിങ്ങുകൾ എടുത്ത ആരോഗ്യ കേന്ദ്രങ്ങൾ വളരെ കുറവാണ്. പക്ഷെ നമ്മൾ DHSഉം DMOയും ഒക്കെ MLAയുടെ ആവശ്യപ്രകാരം ഞാനും കൂടി പങ്കെടുത്ത 3ഓളം മീറ്റിങ്ങുകൾ നമ്മൾ കൂടി. തിരുവനന്തപുരത്ത് നിയമസഭ നടക്കുമ്പോൾ കൂടി, ഇവിടെ കൂടി. ഇടയ്ക്ക് പിണങ്ങി പോയി MLA, മിണ്ടാതെ ഇരുന്നോ, എന്താ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ IP ഇവിടെ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബേസ് മോഹനൻ, അദ്ദേഹത്തിന്റെ ഒരു അതിശക്തമായ തൂണ് പോലെ നെടും തൂണായിട്ട് നിലനിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു ഇടപെടലും അതിൽ അദ്ദേഹവും കൃത്യമായി ഞങ്ങൾ ഇത് സാധ്യമാക്കണമെന്ന് പറഞ്ഞൊരു നിലപാടുമൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടെന്ന് കാണട്ടെ. അപ്പോ MLA പറഞ്ഞതുപോലെ നമ്മൾ അവിടെ നിർത്തിയില്ല. അടുത്തതായി നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ഫണ്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. അപ്പോ 2023-24 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 2,25,00,000 രൂപ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചു. അതില് HLL-നാണ് നിർമ്മാണ ചുമതലയുള്ളത്. 5100 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ പാർക്കിംഗ് ഏരിയ, സ്റ്റോറേജ് റൂം, സെക്യൂരിറ്റി സംവിധാനം റൂമൊക്കെ ഉണ്ട്. 1-ാം നിലയിൽ മെയിൽ ഫീമെയിൽ വാർഡുകൾ, ടോയ്ലറ്റ്, എമർജൻസി റൂം, ഡ്യൂട്ടി ഡോക്ടേഴ്സ് റൂം, ഡൈനിങ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, ഡ്യൂട്ടി സ്റ്റാഫ് റൂം, സ്റ്റാഫ് ഡ്രസ് ചേഞ്ചിങ് റൂം, റിസപ്ഷൻ, സ്റ്റെയർ, ഭാവിയിൽ ലിഫ്റ്റിനുള്ള സൗകര്യം, ഇതൊക്കെ ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 1-ാം നില, അങ്ങനെ 2 നിലകളിലായിട്ടാണ് നിർമ്മിക്കുന്നത്. ഇത് വളരെ വളരെ വാസ്തവത്തിൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇപ്പൊ കിഫ്ബി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി തുടങ്ങിയതോടുകൂടി റാന്നി താലൂക്ക് ആശുപത്രിക്ക് കിഫ്ബിയിലാണ് സ്ഥലം വാങ്ങിച്ച് പുതിയ കെട്ടിടമാണ് നമ്മൾ അവിടെ നിർമ്മിക്കുന്നത്. അപ്പോ പ്ലാൻ ഫണ്ടിൽ വളരെ ചുരുക്കം ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ്, ആശുപത്രികൾക്കാണ് നല്ലത്. അങ്ങനെയുള്ള സെലക്റ്റഡ് ആയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്ന് ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തത് പെരുന്നാടാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പെരുന്നാടിന്റെ പ്രാധാന്യവും അതോടൊപ്പം MLAയുടെ പ്രസിഡന്റിന്റെയും ഒക്കെ ഇടപെടലും അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം കാണട്ടെ. അതിനൊപ്പം എനിക്കൊപ്പം നിന്ന DHS ഉണ്ട്, ACS ഉണ്ട്, DMO, പത്തനംതിട്ട ടീം അവരുടെ പ്രയോറിറ്റിയിൽ ഒന്ന് പെരുന്നാടാണ്. കാരണം ജില്ലയിലെ പല കാര്യങ്ങൾ പറയുമ്പോൾ ആ പ്രയോറിറ്റി ലിസ്റ്റിൽ DMOയുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ പെരുന്നാട് അതിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ടീമിനോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കട്ടെ. നമുക്ക് ഇതിനു മുൻപ് നമ്മളിവിടെ 37 ലക്ഷം രൂപയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു OP കെട്ടിടത്തിന്. അത് ആർദ്രം ഫണ്ടിൽ, സംസ്ഥാന പ്ലാൻ ഫണ്ട് തന്നെയാണ് ആർദ്രത്തിലൂടെ നടപ്പിലാക്കിയ OP ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തത്. അന്ന് നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു അതിന്റെ നിർമ്മാണ ചുമതല. അപ്പോ ഇതുകൂടാതെ ഇന്ന് നമ്മളൊരു എക്സ്റേ യൂണിറ്റ് കൂടി സ്ഥാപിക്കുന്നുണ്ട്. അപ്പോ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്കും ശബരിമല തീർത്ഥാടകർക്കും ആശ്രയിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഒരു എക്സ്റേ യൂണിറ്റ് കൂടി സ്ഥാപിക്കുകയാണ്. മികച്ച ചികിത്സാ സൗകര്യം നമുക്ക് ഇതിലൂടെ കൈവരിക്കാനായിട്ട് കഴിയും. 1,70,70,85 രൂപയാണ്. അത് HMC ഫണ്ട് ഉപയോഗിച്ചാണ്. ഇലക്ട്രിക്കൽ വർക്കിന് 2,47,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. നിരവധി പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയട്ടെ. പെരുന്നാട് ബ്ലോക്ക് കുടുംബാരോഗ്യത്തിന് കീഴിലുള്ള കക്കാട്, തുലാപ്പള്ളി, ലാഹ, അട്ടത്തോട് എന്നീ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഒരു കാര്യം ആർദ്ര മിഷനിലൂടെ 2016 ആർദ്ര മിഷൻ നടപ്പിലാക്കിയപ്പോ സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഒക്കെ വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യം നമ്മൾ സാധ്യമാക്കി. അപ്പോ
ബോർഡ് മാറ്റി വെക്കുക മാത്രമല്ല ചെയ്തത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പെരുന്നാട്. നമ്മൾ ബോർഡ് മാറ്റി വെക്കുകയല്ല, ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് ബോർഡ് മാറ്റി വെക്കുകയല്ല ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ അവിടെ ചികിത്സയിൽ അടിസ്ഥാന സൗകര്യത്തിൽ മാറ്റമുണ്ടാക്കി. ഇതുകൂടാതെ 2023 ഈ സർക്കാർ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പൊതുജനാരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും രോഗനിർമ്മാർജ്ജനത്തിനും രോഗപ്രതിരോധത്തിനും വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടത്തുന്ന കേന്ദ്രമാണ്. നമ്മുടെ JPHമാർ, JHIമാർ, MLSPമാരും ആശമാരും ഒക്കെ ചേരുന്നതാണ് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം. 5417 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2023 ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ തുടങ്ങിയ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരാണ് ഞാനിവിടെ വായിച്ചത്. 55 ലക്ഷം രൂപ ഹെൽത്ത് ഗ്രാന്റിലൂടെ അനുവദിച്ചു. കക്കാട് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 2023-24 ബ്ലോക്ക് പൊതുജനാരോഗ്യ യൂണിറ്റിനായി 27.5 ലക്ഷം ചെലവഴിച്ചു. 70% അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയട്ടെ. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക് തന്നെ പുതുതായിട്ട് ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നിലയ്ക്കലിലെ ആശുപത്രി സാധ്യമാകുന്നതോടെ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഈ പ്രദേശത്തെ ആളുകൾക്ക് ഒരു ട്രോമയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. നമുക്കൊരു ഇപ്പൊ തീർത്ഥാടകർക്കൊക്കെ ആണെങ്കിൽ തന്നെ ഒരു വാഹനാപകടമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ഒന്നിൽ റാന്നി താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബിയിൽ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ കൊണ്ടുപോകുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രി അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോ ഇവിടെ ഒരു ട്രോമ കെയർ, എമർജൻസി കെയർ സംവിധാനം നമ്മൾ ഈ മലയോര മേഖലയിൽ നിന്ന് നോക്കിയാൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ രീതിയിൽ അത് വികസിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. ഒരു ട്രോമ ആൻഡ് എമർജൻസി കെയർ നമ്മുടെ ഈ മേഖലയിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ വളരെ അനിവാര്യമാണ് എന്നുള്ളത്, ഈ നാടിന്റെ ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് അവിടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഒരു 2-3 വാചകങ്ങളിൽ ഈ ബഹുമാനപ്പെട്ട MLA റാന്നിയുടെ കാര്യം പറഞ്ഞു. റാന്നി താലൂക്ക് ആശുപത്രി, എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും, എഴുമറ്റൂര്, അങ്ങനെ തുടങ്ങി എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ചരിത്രത്തിൽ ഏറ്റവും വലിയ ഫണ്ട് കൊണ്ടുവന്ന് വികസന പ്രവർത്തനം സാധ്യമാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പത്തനംതിട്ട ജില്ല ആകമാണ് നമ്മൾ നോക്കിയാൽ കോന്നി മെഡിക്കൽ കോളേജ് ഈ ഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു. 2022-23 4-ാം വർഷം വിദ്യാർത്ഥികൾ അവിടെ പ്രവേശനം അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ തുടങ്ങി. നഴ്സിംഗ് കോളേജുകൾ കൊണ്ടുവന്നു. നമ്മുടെയൊക്കെ ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ മക്കളോ വീട്ടിൽ ആരെങ്കിലും ഒക്കെ നഴ്സിംഗിനൊക്കെ പഠിക്കുന്നുണ്ടാവും. മെറിറ്റിൽ പഠിക്കുന്ന ഒരു സർക്കാർ ഫീസാണ് ഉള്ളത്. അതേസമയം മറ്റിടങ്ങളിൽ പോയി പഠിച്ചാൽ എന്താണെന്ന് അറിയോ, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. അതുകൂടാതെ അവിടെ അംഗീകാരമുണ്ടോ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുമ്പോൾ അതും നമുക്കറിയില്ല. അപ്പൊ സംസ്ഥാന സർക്കാർ ഈ കാലഘട്ടത്തിൽ സർക്കാർ മേഖലയിൽ തന്നെ നഴ്സിംഗ് കോളേജുകൾ തുടങ്ങുന്നതിന് തീരുമാനിക്കുകയും അതിന്റെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ജില്ലയിൽ നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചു. റാന്നി മണ്ഡലത്തിലും കൂടി ഒരെണ്ണം നൽകാൻ കഴിയുമോ എന്നുള്ളത് വളരെ സജീവമായി നമ്മുടെ ഒരു പരിഗണനയിൽ ഉള്ളതാണ്. അതോടെ ആവുമ്പോൾ 5 ആവും. ഇപ്പോൾ 4 നഴ്സിംഗ് കോളേജുകൾ പത്തനംതിട്ടയിലും കോന്നിയിലും ഉൾപ്പെടെ ആറന്മുളയിലും ഉൾപ്പെടെ 4 നഴ്സിംഗ് കോളേജുകൾ നമ്മളിപ്പോൾ പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ ഇതുകൂടിയാവുമ്പോൾ 5 നഴ്സിംഗ് കോളേജ് ആകും. എല്ലാ ആശുപത്രികൾക്കും ഫണ്ടായി. റാന്നി പോലെ, എഴുമറ്റൂർ പോലെ, തിരുവല്ലയിലും അടൂരും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും കോഴഞ്ചേരിയിലും കോന്നി താലൂക്ക് ആശുപത്രിയിലും പുതിയ കാലത്തിന്റെ ബഹുനില കെട്ടിടങ്ങൾ അവിടെ യാഥാർത്ഥ്യമായിരിക്കും. മാത്രമല്ല ചികിത്സാ സേവനങ്ങളും. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മൾ ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ തുടർന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട MLA, അതോടൊപ്പം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നിരന്തരമായിട്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഒന്നിച്ചു നിന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് സാധ്യമാക്കാനായിട്ട് കഴിയില്ല. MLA ഇപ്പൊ ഈ ഒരു കാര്യം തന്നെ എത്ര ദിവസം ഞാൻ MLA ഞങ്ങൾ ഒന്നിച്ച് ആലോചിച്ച് എന്നിട്ട് വന്ന് ചോദിക്കും, ഇനി എനിക്ക് എന്താ തരുന്നത്, ഇനി എനിക്ക് റാമിക്ക് എന്താണ് നൽകുന്നത്, ഇനി അടുത്ത ഈ പ്രോജക്റ്റിൽ ഞങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയുമോ? അപ്പൊ തീർച്ചയായിട്ടും ആ നിലയിലുള്ള ജനകീയമായ ഇടപെടലുകൾ കൂടുതൽ കരുത്തോടെ തന്നെ തുടരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. സമയബന്ധിതമായി നമുക്കിതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് കഴിയണം. അതോടൊപ്പം നവീകരിച്ച നമ്മുടെ എക്സ്റേ യൂണിറ്റിന്റെ അതും ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.